അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരുടെയൊക്കെ കയ്യിൽ ഒരു രഹസ്യമുണ്ടെന്ന്. ഇന്ന് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു വെൽത്ത് സീക്രറ്റ് അഥവാ പണമുണ്ടാക്കുന്ന ഒരു രഹസ്യം പറയാൻ പോവുകയാണ്. ലോകത്തിലെ പല വലിയ കോടീശ്വരന്മാരും ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇത് മറ്റാരുമല്ല, ഇലോൺ മസ്കിനെ ടെസ്ലയിലും സ്പേസ് എക്സിലുമൊക്കെ വിജയിപ്പിച്ച അതേ തത്വമാണ്. പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഈ രഹസ്യം നൂതനമായിട്ടുള്ള ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ മുസ്ലിങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഒരുപാട് വിജയിച്ച ബിസിനസ്സുകാരെയും കോടീശ്വരന്മാരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇവരൊക്കെ പലപ്പോഴും അറിയാതെയാണെങ്കിൽ പോലും ഇസ്ലാമിക തത്വങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഇലോൺ മസ്കിനെ ഒരു ബില്യണറാക്കിയ ആ രഹസ്യം എന്താണെന്ന് വിശദീകരിക്കും. ഒപ്പം വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിനുള്ള തെളിവുകൾ തരാം. മാത്രമല്ല, നമുക്കതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും പറഞ്ഞുതരാം. നിങ്ങളൊരു ബിസിനസ്സുകാരനോ ജോലി ചെയ്യുന്ന ആളോ വിദ്യാർത്ഥിയോ അതല്ലെങ്കിൽ ഒരു നല്ല ഭാവിക്കായി ആഗ്രഹിക്കുന്ന ഒരാളോ ആവട്ടെ, ഈ വെൽത്ത് സീക്രട്ട് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ സത്യം ചെയ്യുന്ന ആ രഹസ്യം? ഒരൊറ്റ വാക്ക്: എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുക. സമ്പത്തിന്റെയും വിജയത്തിന്റെയും ഏറ്റവും വലിയ തടസ്സം പണമില്ലായ്മയോ കഴിവില്ലായ്മയോ ബന്ധങ്ങളില്ലായ്മയോ ഒന്നുമല്ല, മറിച്ച് എന്താണ് നമുക്ക് സാധ്യമാവുക എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയാണ്. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ ലിമിറ്റിംഗ് ബിലീഫ്സ് അഥവാ പരിമിതമായ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. പലരും വളർന്നു വരുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പണമുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദുഷ്ടന്മാരാണ് പണമുണ്ടാക്കുക, ഒരു കോടീശ്വരനാകാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇന്ന് നമ്മൾ അറിയാതെ നമ്മളുടെ മനസ്സിൽ ഉറച്ചുപോയ ഈ ചിന്തകൾ നമ്മളെ ഒരു കൂടക്കകത്തിട്ട പക്ഷിയെ പോലെയാക്കും. ആ കൂട് തുറന്നു കിടക്കുകയാണെങ്കിൽ പോലും പുറത്തു പറക്കാനുള്ള കഴിവ് അതിനില്ല. കാരണം അത് വിശ്വസിക്കുന്നത് അതിനകത്തു മാത്രമേ അതിന് ജീവിക്കാൻ കഴിയൂ എന്നാണ്. അതുപോലെ നമ്മുടെ കഴിവിനെ നമ്മൾ തന്നെ പരിമിതപ്പെടുത്തുന്നു. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അതിനേക്കാൾ പ്രധാനമായിട്ട് ഇത് സത്യമാണോ? കാരണം സത്യം ഇതാണ്: ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ റിസ്ഖ് അഥവാ ഉപജീവനം അള്ളാഹുവിൽ നിന്നാണ് എന്നാണ്. അള്ളാഹുവിന് തരാൻ കഴിയുന്നതിന് ഒരു പരിധിയുമില്ല. ഈ ഒരു ചിന്താഗതിയോടെ നമ്മൾ ചിന്തിച്ചാൽ എന്തൊക്കെ നേടാൻ കഴിയും? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പരിധികൾ വയ്ക്കാത്ത ഒരു ചിന്താഗതിയുള്ള ഒരാളെ നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരു മുസ്ലിം അല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇലോൺ മസ്ക്. അദ്ദേഹം ഒരു കമ്പനി വിജയിപ്പിച്ചതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം പല $1 ബില്യൺ കമ്പനികളുണ്ടാക്കി. പേപാൽ, ടെസ്ല, സ്പേസ് എക്സ്, ന്യൂറലിങ്ക്. ടെസ്ലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞത് ഇലക്ട്രിക് കാറുകൾക്ക് ഭാവിയുണ്ടാവില്ല എന്നായിരുന്നു. ആളുകൾക്ക് പെട്രോൾ കാറുകളോടാണ് താൽപ്പര്യമെന്നും വലിയ കമ്പനികളായ ഫോർഡും ജനറൽ മോട്ടോഴ്സും ഈ രംഗത്തുള്ളപ്പോൾ ടെസ്ലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹം തന്റെ ദീർഘവീക്ഷണത്തിൽ വിശ്വസിച്ചു. അതുപോലെ സ്പേസ് എക്സ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ 3 റോക്കറ്റുകളും പരാജയപ്പെട്ടു. ഒരുപാട് പണം കത്തിപ്പോയി. സാധാരണ ഒരാളായിരുന്നെങ്കിൽ അവിടെ വെച്ച് പിന്മാറുമായിരുന്നു. മസ്കിന്റെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം തീർന്നു. വാടക കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് ലോൺ എടുക്കേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ചിന്തയിൽ പരാജയം എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. 4ാമത്തെ റോക്കറ്റ് വിജയിച്ചപ്പോൾ ചരിത്രം മാറിമറിഞ്ഞു. പിന്നീട് നാസ സ്പേസ് എക്സിന് $1.6 ബില്യൺ കരാർ നൽകി. സഹോദരന്മാരെ, സമ്പത്തുണ്ടാക്കുന്നത് വാല്യൂ ക്രിയേഷൻ അഥവാ മൂല്യം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം മൂല്യം സമൂഹത്തിന് നൽകുന്നുവോ അത്രത്തോളം പണം നിങ്ങളിലേക്ക് വരും. എത്ര വലിയ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണുന്നുവോ അത്രത്തോളം സമ്പത്ത് നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, ഇത് എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരന് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന്. ഇവിടെയാണ് നമുക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അല്ലാഹു ഒരു കാര്യത്തെപ്പറ്റി തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടൂ, ഉടൻ അതുണ്ടാകുന്നു. സൂറത്ത് യാസീൻ 38. ഈ ഒരു ചിന്താഗതി, അതായത് തവക്കുൽ അഥവാ അല്ലാഹുവിലുള്ള ഭരമേൽപ്പിക്കലിന്റെ ഭാഗമാണ്. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ കഴിവിൽ മാത്രം നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരു പരിധി വരുന്നു. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുമ്പോൾ അവന്റെ പരിധിയില്ലാത്ത കഴിവിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ ചിന്താഗതി എത്ര വലുതാകുന്നുവോ അല്ലാഹു നമുക്ക് തരാൻ പോകുന്നതും അത്രത്തോളം വലുതായിരിക്കും. അല്ലാഹു പറയുന്നു,
തീർച്ചയായും ഒരു ജനത അവരുടെ സ്വന്തം നിലപാടുകൾക്ക് മാറ്റം വരുത്തുന്നതുവരെ അല്ലാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. സൂറത്തുർ റഅദ് 11. നമ്മുടെ ബാഹ്യമായ വിജയം നമ്മുടെ ആന്തരികമായ ചിന്താഗതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പരിമിതമായ ചിന്തകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മോചനം നേടാൻ കഴിയുന്നത്? അതിനുള്ള 3 വഴികൾ ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് ചിന്തകൾ മാറ്റി ഖുർആൻ വാക്യങ്ങൾ ഉൾക്കൊള്ളുക. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്ന് പറയുക. എല്ലാ ദിവസവും ഖുർആൻ പാരായണത്തിലൂടെ അല്ലാഹുവിൻ്റെ വാക്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ ആഴത്തിൽ പതിക്കും. വലിയ ചിന്തകളുള്ള ആളുകളുമായി കൂട്ടുകൂടുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ആരെയാണ് കൂട്ടുകാരനാക്കേണ്ടത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം. വലിയ സ്വപ്നങ്ങളുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ആവേശം നമ്മളിലേക്കും പകരുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾ 10 ഇരട്ടി വലുതാക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾ എന്താണോ അതിനെ 10 ഇരട്ടി വലുതാക്കുക. എന്നിട്ട് അല്ലാഹുവിൻ്റെ സഹായത്തിലൂടെ അത് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് നമ്മുടെ തലച്ചോറ് അതിനെക്കുറിച്ചുള്ള വഴികൾ തേടാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിലെ പരിധികൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് മുന്നോട്ടു പോകാനുള്ള ഞങ്ങളുടെ ഊർജം. ഈ യാത്രയിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അല്ലാഹു നമ്മുടെ ബിസിനസ്സുകളിൽ ബർക്കത്ത് ചൊരിയട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.